ഗൈസ്, ഇതാണ് നമ്മുടെ മാളവികയുടെ കല്യാണത്തിന്റെ വ്ലോഗ്. നമ്മ ഉറപ്പായാലും പിന്നെ ഡ്രൈവർ സീറ്റ് സഫാനുള്ളതാണ്. കൂടെ നമ്മുടെ സഫാനിനെ എത്തിയിട്ടുണ്ട്. അവന്റെ ഊള കോമഡി ആയിട്ടപ്പോഴത്തേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. വിശന്നാ ഞാൻ പിന്നെ ഞാനല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ണിക്കണ ഒരു ഹോട്ടലിൽ ഞങ്ങൾ വേണ്ടി ഇനി എന്തെങ്കിലും തിന്നിട്ടാവാൻ ബാക്കി. ഫുഡ് വന്ന ടൈം കൊണ്ട് ഞങ്ങൾ കുറച്ച് കപ്പിൾ ഗോൾസ് ഒക്കെ എടുത്ത് ഫുഡ് വന്നപ്പോഴേക്കും സഫാനിന്റെ മട്ട ചെച്ചിനോട് തവൻ മാതൃകയായി. ഇതാണ് ക്യൂട്ട്നെസ് വാരി വിതർന്ന ഞാൻ. ഫുഡിനെ പറ്റി പറയാനായിരുന്നെങ്കിൽ എന്റെ മസാല ദോശ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ച ഉടനെ തന്നെ വണ്ടി 100-110 ഞങ്ങൾ അമ്പലത്തിലെത്തി. ചെച്ചൂനൊന്നും മുണ്ടെടുത്താണ്ടപ്പോഴേക്കും എനിക്ക് റഷ് അടിച്ചു. ഇവനൊരു മൊഞ്ചൻ തന്നെ. സഫാനെ പിന്നെ കാറിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കണക്കിൽ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി. തപ്പി പിടിച്ച് വന്നപ്പോഴേക്കും കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ചെക്കനെ തപ്പി ഞങ്ങൾ അവിടെ മൊത്തം നടന്നു. അവസാനം തപ്പി അവരെ കെട്ടാണാൻ പറ്റത്തിന് ചെറിയൊരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ആ രൂപത്തിൽ കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഹാപ്പി. ഇവളൊന്നും ചിരിച്ചുണ്ടായി ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ്. മാളവിയും ചെക്കനും പിന്നെ അവിടെ ഓടി നടന്ന് വീഡിയോ എടുക്കും. സഫാൻ ഉള്ളപ്പോ പിന്നെ ഞങ്ങൾക്ക് എന്ത് പേടിക്കാൻ. അങ്ങനെ അവനും എടുത്തൊരു അൺഎക്സ്പെക്ടഡ് വീഡിയോ, പിന്നെ കുറച്ച് ഫോട്ടോസും. പോരാൻ നേരം ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായി. അത് കഴിഞ്ഞപ്പോ നേരെ ഞങ്ങൾ ഹോളിലോട്ട് പോയി. ബാക്കി പരിപാടി അവിടെയാണ്. അമ്മാരെപ്പോഴേക്കും മുണ്ടൊക്കെ മാറ്റി പാന്റ് കിട്ടും വിത്ത് നമ്മുടെ വെഡിങ് ഗിഫ്റ്റ്. അത് നൈസ്ലി ഒരു പിക്ക് കടിച്ചിട്ട് ഞങ്ങൾ ഹോളിലോട്ട് കയറി. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛന്റെ കൈ പിടിച്ചിട്ട് അവള് വന്നു. പിന്നെ പുറകെ തന്നെ നമ്മുടെ ചെക്കനും വന്നു. പിന്നെ മൊത്തം അമ്മാവന്മാരുടെ മെയിൻ അവലായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിനിടെ കൂടെ അവസരം കിട്ടിയപ്പോൾ ഞാനോട്ടൊരു ക്യൂട്ട്നെസ്. അപ്പോഴേക്കും നമുക്ക് ഫുഡിംഗ് ടൈം ആയി. പിന്നെ നമ്മൾ കൈ കഴുകിയിരുന്നു. കുറെ നാളത്തെയാണ് ഞാൻ ഇതുപോലെ ഒരു സദ്യ. അതിന്റെ ഇടയിൽ കൂടെ അവന്മാരെ കുറെ ഊക്കൽ ഒക്കെ പറഞ്ഞാലും ഫുഡ് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ പായസം. ഇതൊക്കെ പയ്യെ നമ്മളോട് ഇറങ്ങി. അപ്പൊ